എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലോകം അവസാനിച്ചിട്ട് പുതിയൊരു ലോകം തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ആ വലിയ മാറ്റത്തിന്റെ കഥയിലേക്ക്. വാ, നമുക്ക് തുടങ്ങാം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകം, നമ്മുടെ ചിന്താരീതി, നമ്മുടെ ശാസ്ത്രം, കല, ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ രൂപപ്പെട്ടതെന്ന്, ഇതിന്റെ എല്ലാം തുടക്കം എവിടെയായിരുന്നെന്ന്? ഉത്തരം ഒറ്റ വാക്കിലുണ്ട്: പുനർജന്മം. അതെ, ഒരു കാലഘട്ടത്തിന്റെ തന്നെ പുനർജന്മം. ഈ പുനർജന്മത്തെയാണ് അല്ലേ നമ്മൾ നവോത്ഥാനം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ റെനേസൻസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ചെറിയ മാറ്റമൊന്നും ആയിരുന്നില്ല കേട്ടോ. മനുഷ്യന്റെ ചിന്തയെ മൊത്തത്തിലങ്ങ് മാറ്റിമറിച്ച ഒരു വിപ്ലവമായിരുന്നു അത്. നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോന്ന അന്ധവിശ്വാസങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പകരം യുക്തിയും അറിവും വെച്ച് ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഈ വലിയ മാറ്റത്തിന്റെ തീപ്പൊരി വീണത് യൂറോപ്പിലെ ഒരൊറ്റ സ്ഥലത്തായിരുന്നു: ഇറ്റലിയിൽ. ആ മാറ്റം എത്രത്തോളം വലുതായിരുന്നു അറിയോ? ഒന്ന് നോക്കിയേ. മധ്യകാലഘട്ടത്തിൽ എല്ലാം ദൈവത്തെയും മരണശേഷമുള്ള ജീവിതത്തെയും കുറിച്ചായിരുന്നു. അതായിരുന്നു സെന്റർ. പക്ഷേ നവോത്ഥാനം വന്നപ്പോഴോ ഫോക്കസ് മുഴുവൻ മനുഷ്യനിലേക്കായി, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലേക്കായി. കലയിലും സാഹിത്യത്തിലുമൊക്കെ ഈ ഒരു പുതിയ കാഴ്ചപ്പാട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, അല്ലേ? എങ്ങനെയാണ് നൂറ്റാണ്ടുകളായി തുടർന്നു പോകുന്ന ഒരു ചിന്താരീതിക്ക് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ മാറ്റം വന്നത്? എന്തായിരുന്നു അതിന് പിന്നിലെ ആ ഒരു സ്പാർക്ക്, ആ ഒരു തീപ്പൊരി? പ്രധാനമായിട്ടും 2 കാരണങ്ങളുണ്ടായിരുന്നു അതിന്. 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ശരിക്കും ഇതിന് വഴിവെച്ചത്. ഒന്നാമത്തത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാര് അവരുടെ കയ്യിലുണ്ടായിരുന്ന വിലമതിക്കാനാവാത്ത പഴയ ഗ്രീക്ക്, റോമൻ പുസ്തകങ്ങളുമെടുത്ത് നേരെ ഇറ്റലിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ യൂറോപ്പ് മറന്നുപോയ ഒരുപാട് പഴയ അറിവുകൾ തിരിച്ചുവന്നു. രണ്ടാമത്തെ കാരണം, ഇറ്റലിയിലെ ഫ്ലോറൻസ്, വെനീസ് പോലുള്ള നഗരങ്ങൾ കച്ചവടം ചെയ്ത് ഭയങ്കര സമ്പന്നമായി മാറി. കലയെയും പുതിയ ആശയങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങളും ഒത്തുവന്നപ്പോൾ നവോത്ഥാനത്തിന് വളരാനുള്ള ഒരു പെർഫെക്റ്റ് സാഹചര്യം അവിടെയുണ്ടായി. അപ്പോൾ ഈയൊരു പുതിയ സാഹചര്യത്തിൽ ഒരു പുതിയ ചിന്താധാര യൂറോപ്പിലാകെ പടർന്നു പിടിക്കാൻ തുടങ്ങി. അത് ലോകത്തെക്കുറിച്ചും അതിലെ മനുഷ്യന്റെ സ്ഥാനത്തെക്കുറിച്ചുമുള്ള എല്ലാ കാഴ്ചപ്പാടുകളെയും എന്നേക്കുമായി മാറ്റിമറിച്ചു കളഞ്ഞു. അതായിരുന്നു മാനവികത അഥവാ ഹ്യൂമനിസം. ഒന്നാലോചിച്ച് നോക്കൂ. ദൈവത്തിനും മതത്തിനും മാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലത്ത്, അല്ല, മനുഷ്യനാണ് പ്രധാനം, അവന്റെ കഴിവുകൾക്കും ഈ ഭൂമിയിൽ അവന്റെ ജീവിതത്തിനും സന്തോഷത്തിനുമാണ് വില എന്ന് പറയുന്ന ചിന്ത ഒരു വിപ്ലവം തന്നെയായിരുന്നില്ലേ? ഇതുതന്നെയാണ് നവോത്ഥാനത്തിന്റെ ആത്മാവ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ഫോക്കസ് ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മാനവികതയുടെ ആ ആശയം ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു പഴയ ഗ്രീക്ക് വാചകത്തിൽ നമുക്ക് കാണാം: മനുഷ്യനാണ് എല്ലാറ്റിൻ്റെയും അളവുകോല്. നവോത്ഥാനകാലത്തെ ചിന്തകർ പൊടിതട്ടിയെടുത്തതും ഇതേ ആശയമായിരുന്നു. ഈ പുതിയ ചിന്താരീതിയെ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പെട്രാർക്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാനവികതയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് പോലും. അദ്ദേഹം വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ, പഴയ ഗ്രീക്ക്, റോമൻ സാഹിത്യകൃതികളൊക്കെ പഠിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാകാൻ സാധിക്കുമെന്നായിരുന്നു. അപ്പോൾ മനുഷ്യന് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്തു സംഭവിച്ചു? കല, സാഹിത്യം, ശാസ്ത്രം, ഈ മേഖലകളിൽ എല്ലാം ഒരു പ്രതിഭയുടെ വിസ്ഫോടനം തന്നെയാണുണ്ടായത്. നമുക്കാദ്യം സാഹിത്യത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാഹിത്യത്തിൽ വന്ന മാറ്റം ശരിക്കും രസകരമാണ്. അതുവരെ പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന ലാറ്റിൻ ഭാഷയിലായിരുന്നു കൂടുതലും എഴുത്ത്. അവിടെ നിന്ന് മാറി സാധാരണക്കാർ സംസാരിക്കുന്ന അവരുടെ സ്വന്തം ഭാഷകളിലേക്ക് സാഹിത്യം വന്നു. ഡാന്റ്ടെ ഇറ്റാലിയനിൽ എഴുതി, മറ്റു പലരും അവരുടെ ഭാഷകളിൽ എഴുതി. അതുപോലെ എഴുതുന്ന വിഷയങ്ങളിലും വലിയ മാറ്റം വന്നു. വ്യക്തിപരമായ ചിന്തകൾ, രാഷ്ട്രീയം, സമൂഹത്തിലെ തെറ്റുകളെ വിമർശിക്കൽ, ഇതൊക്കെ സാഹിത്യത്തിന്റെ ഭാഗമായി. സാഹിത്യത്തിൽ മാത്രമല്ല, കലയിലും വന്നു വിപ്ലവകരമായ മാറ്റങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പേഴ്സ്പെക്റ്റീവ് എന്ന ടെക്നിക്ക്. അതായത്, ഒരു പരന്ന ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ പോലും അതിന് ദൂരവും ആഴവുമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വിദ്യ. ഇത് ചിത്രങ്ങൾക്ക് അതുവരെയില്ലാത്ത ഒരു 3D എഫക്റ്റ്, ഒരു റിയലിസ്റ്റിക് ഫീൽ കൊടുത്തു. ഈ കാലഘട്ടത്തിലെ ആ പ്രതിഭകളെ ഒന്ന് നോക്കിയേ. ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ, റാഫേൽ, പേരുകൾ തന്നെ ധാരാളം. അവരുടെ മൊണാലിസയും അന്ത്യ അത്താഴവുമൊക്കെ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സൃഷ്ടികളല്ലേ? ആ കാലത്ത് എങ്ങനെയുള്ളൊരു ടാലന്റ് എക്സ്പ്ലോഷനാണ് നടന്നത് എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേണോ? ചിത്രകലയിൽ മാത്രമല്ല കേട്ടോ, ശില്പകലയിലും വാസ്തുവിദ്യയിലും ഈ മാറ്റം നമുക്ക് കാണാം. മൈക്കലാഞ്ചലോയുടെ ഡേവിഡ് എന്ന ശില്പം കണ്ടിട്ടില്ലേ? മനുഷ്യശരീരത്തിന്റെ സൗന്ദര്യവും പെർഫെക്ഷനുമാണ് അതിൽ കാണിക്കുന്നത്. അതുപോലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പോലുള്ള പടുകൂറ്റൻ കെട്ടിടങ്ങൾ
വാസ്തുവിദ്യയിലെ ആ പുതിയ ശൈലിക്ക് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണവ. എന്നാൽ ഈ മാറ്റം കലയിലും സാഹിത്യത്തിലും മാത്രം ഒതുങ്ങിയില്ല. ഏറ്റവും വലിയൊരു പോരാട്ടം നടന്നത് ശാസ്ത്രരംഗത്തായിരുന്നു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോന്ന ആ പഴയ വിശ്വാസത്തെ, അല്ല, സൂര്യനാണ് കേന്ദ്രമെന്ന പുതിയ സിദ്ധാന്തം വന്ന് വെല്ലുവിളിച്ചു. കോപ്പർനിക്കസാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. പിന്നീട് ഗലീലിയോ തന്റെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് അത് തെളിയിക്കുകയും ചെയ്തു. ആ ചോദ്യം ചെയ്യാനുള്ളൊരു മനോഭാവം അത് തന്നെയാണ് ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ പുതിയ ആശയങ്ങളൊക്കെ ഇത്രയും വേഗത്തിൽ ലോകം മുഴുവൻ പടരാൻ സഹായിച്ച ഒരു കണ്ടുപിടുത്തം കൂടിയുണ്ടായിരുന്നു. അതാണ് 1439 ഗൂട്ടൻബർഗ് കണ്ടുപിടിച്ച അച്ചടിയന്ത്രം. അതൊരു യഥാർത്ഥ ഗെയിം ചേഞ്ചറായിരുന്നു. അതോടെ പുസ്തകങ്ങൾ കുറഞ്ഞ ചെലവിൽ ഒരുപാട് ആളുകളിലേക്കെത്താൻ തുടങ്ങി. ഇതൊരു വിജ്ഞാന വിപ്ലവത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചത്. നവോത്ഥാനത്തിന്റെ ഈ അലയൊലികൾ കലയിലും ശാസ്ത്രത്തിലും മാത്രം ഒതുങ്ങിയില്ല. അതുപിന്നെ ലോകത്തിന്റെ ഭൂപടത്തെയും ആളുകളുടെ വിശ്വാസങ്ങളെയും വരെ മാറ്റിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള ആ ഒരു പുതിയ ശീലം മതത്തെയും ബാധിച്ചു. അന്ന് കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന ചില തെറ്റായ രീതികളെ, പ്രത്യേകിച്ച് പണം വാങ്ങി പാപമോചനം കൊടുക്കുന്ന ആ ഒരു പരിപാടിയെ മാർട്ടിൻ ലൂതർ എന്നൊരു പുരോഹിതൻ ശക്തമായി ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ 95 വാദങ്ങൾ ഒരു വലിയ പ്രസ്ഥാനത്തിന് തന്നെ തുടക്കമിട്ടു. അതിന്റെ ഫലമായിട്ടാണ് ക്രിസ്തുമതത്തിൽ പ്രൊട്ടസ്റ്റന്റ് എന്നൊരു പുതിയ വിഭാഗം ഉണ്ടാവുന്നത്. ഇതേ സമയത്തു തന്നെ വേറൊരു വലിയ മാറ്റവും നടക്കുന്നുണ്ടായിരുന്നു. തുർക്കികൾ ഏഷ്യയിലേക്കുള്ള കരമാർഗമുള്ള പഴയ കച്ചവട വഴികളെല്ലാം അടച്ചുകളഞ്ഞു. അപ്പോൾ യൂറോപ്യന്മാർക്ക് പുതിയ വഴികൾ കടലിലൂടെ കണ്ടെത്തേണ്ട ഒരു ആവശ്യം വന്നു. നവോത്ഥാനകാലത്ത് കിട്ടിയ പുതിയ അറിവുകളും വടക്കുനോക്കിയന്ത്രം പോലുള്ള പുതിയ ഉപകരണങ്ങളും ഈ യാത്രകൾക്ക് വലിയ സഹായമായി. അങ്ങനെയാണ് കണ്ടെത്തലുകളുടെ ഒരു പുതിയ യുഗം തന്നെ തുടങ്ങുന്നത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. വാസ്കോഡഗാമ ഇന്ത്യയിലേക്കൊരു കടൽമാർഗം കണ്ടെത്തി. നമ്മുടെ കോഴിക്കോട്ട് വന്നു. മഗല്ലന്റെ ടീം ആദ്യമായി ലോകം മുഴുവൻ കപ്പലിൽ ചുറ്റി സഞ്ചരിച്ചു. അതോടെ ലോകത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണ തന്നെ മൊത്തത്തിൽ മാറിമറിഞ്ഞു. അപ്പോ എന്താണ് നവോത്ഥാനത്തിന്റെ ബാക്കിപത്രം? അത് ലോകത്തെ ഒരുപാട് രീതിയിൽ മാറ്റി. ശ്രദ്ധ ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് കൊണ്ടുവന്നു. ലോകത്തെ മനസ്സിലാക്കാൻ ശാസ്ത്രവും യുക്തിയും ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. ഓരോ വ്യക്തിയുടെയും കഴിവിനും നേട്ടത്തിനും വിലയുണ്ടെന്ന് കാണിച്ചു തന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നമ്മളിന്ന് ജീവിക്കുന്ന ഈ ആധുനിക ലോകത്തിന്റെ അടിത്തറയിട്ടത് നവോത്ഥാനമായിരുന്നു. നവോത്ഥാനം മനുഷ്യനെ ലോകത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് കൊണ്ടു നിർത്തി. ആ യാത്രയുടെ ഒരു തുടർച്ചയിലാണ് നമ്മളെല്ലാം ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യന് എവിടെയാണ് സ്ഥാനം നൽകുന്നത്? ഈ ഒരു ചിന്തയോടെ നമുക്കിന്നത്തെ വിവരണം അവസാനിപ്പിക്കാം. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.